സ്വാധ്യായ ഡെയിലി വിസ്ഡത്തിലേക്ക് സ്വാഗതം. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് വജ്രങ്ങൾ ഉണ്ടാകുന്നത്. വജ്രവും കരിയും രണ്ടും അടിസ്ഥാനപരമായിട്ട് കാർബൺ തന്നെയാണ്. എന്നാൽ വജ്രം എത്ര കഠിനമേറിയ സമ്മർദ്ദത്തിലും അത് പൊട്ടില്ല. എന്നാൽ കരി എങ്ങനെയല്ല, ഒരു കരിക്കട്ട നമ്മൾ അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇതെന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വജ്രം യഥാർത്ഥത്തിൽ അതികഠിനമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, വജ്രമായി മാറുന്നതിന് മുമ്പ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം. നാം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ നാം ഒരു വജ്രമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെയെല്ലാം നാം നമ്മളെ വജ്രമാക്കി മാറ്റാൻ ഉള്ള സമ്മർദ്ദമാണ് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ അതിജീവന ശേഷി വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം ലോങ് ടേമിൽ നാമും മറ്റൊരു വജ്രമായി മാറും. അപ്പം നമ്മുടെ ലക്ഷ്യം സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കുക എന്നതിലല്ല, മറിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവയെ വെൽക്കം ചെയ്യാം, അവയെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. താങ്ക് യു ഓൾ.